ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം കടക്കാവൂരിൽ നടു റോഡിൽ യുവതിയുടെ കൈ വെട്ടിമാറ്റി. കടക്കാവൂർ സ്വദേശിനി വിജിക്കാണ് വെട്ടേറ്റത്. ഇവരുടെ ഭർത്താവാണ് വെട്ടിയതെന്നാണ് അറിയുന്നത്. ഭർത്താവിനായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അശ്വിൻ ഡിയാഗോ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അശ്വിനി, വിജിയുടെ പരിക്ക് ഗുരുതരമാണോ? എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഇതുണ്ടായത്? ഷിഹാസ്, അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് യുവതിയെ ഇവരുടെ രണ്ടാം ഭർത്താവാണ് ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അറിയുന്നത്. ഇവരുടെ രണ്ട് കൈക്കും വെട്ടേറ്റിട്ടുണ്ട്. അതിൽ ഒരു കൈപ്പത്തി വെട്ടേറ്റ് അറ്റുപോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ വിജി എന്ന 38-കാരിയെയാണ് ഈ രണ്ടാം ഭർത്താവ് ആക്രമിച്ചിട്ടുള്ളത്. ഇതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. കടക്കാവൂർ ചാവടിമുക്കിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഈ രണ്ടാം ഭർത്താവിന് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു ആക്രമണം എന്നുള്ള കാര്യം വ്യക്തമല്ല. അല്പസമയം മുമ്പ്, ഏതാണ്ട് 10 മിനിറ്റ് മുമ്പാണ് ഈ സംഭവം നടന്നതും ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ രണ്ടാം ഭർത്താവ് ഈ വെട്ടിയതിനു ശേഷം ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നോ? ഷിഹാസ്, നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. ഇയാൾ കരുതിക്കൂട്ടി ഈ 38-കാരിയായ യുവതിയെ, ഈ വിജിയെ ആക്രമിച്ച ശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. നാട്ടുകാർ അവർക്ക് പോലും തടയാൻ കഴിഞ്ഞതില്ല. കാരണം ഈ പട്ടാപ്പകൽ ഇത്തരത്തിൽ ആയുധവുമായി എത്തി 38-കാരി നട റോഡിൽ വെട്ടി വീഴ്ത്തി അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നുണ്ട്. CCTV കേന്ദ്രീകരിച്ചാണ് കടക്കാവൂർ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഇയാൾ ആ ഭാഗത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഏരിയ കേന്ദ്രീകരിച്ചുള്ള പരിശോധന പോലീസ് തുടങ്ങിയിട്ടുമുണ്ട്. ഷിഹാസ്.